അങ്ങനെ നമ്മുടെ നവീൻ വേണുവിനോടും അവന്തികയോടും പറയുന്നുണ്ട്, അനിയുടെ കല്യാണ നിശ്ചയം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂർത്തി സാറോടും കുടുംബത്തിനോടും ബാർഗെയിൻ ചെയ്യായിരുന്നു. നിങ്ങൾക്ക് എത്ര നഷ്ടപരിഹാരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നിട്ടുണ്ടായിരുന്നു. അടുത്ത സിറ്റിങ്ങിൽ കുടുംബ കോടതിയിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു, അത് പറഞ്ഞ് നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്താമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവീൻ അവരെ ഓരോന്ന് പറഞ്ഞ് പിരികേറ്റുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ആദർശ് നായനോട് പറയുന്നുണ്ട്, അനിയുടെയും അവന്തികയുടെയും ഡൈവേഴ്സ് ഇത്ര നീണ്ടു പോണത് കാരണം എനിക്ക് അനിയാണെന്നാണ് തോന്നുന്നത്. കാരണം അനിയും നവീനും വലിയ ഫ്രണ്ട്സ് അല്ലേ, അനി പറഞ്ഞിട്ടാണ് തോന്നുന്നത് നവീൻ ഇതൊക്കെ ചെയ്യണത് എന്നാണ് എൻ്റെ മനസ്സ് പറയണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ അവന്തിക നാഗേന്ദ്രനോട് പോയി പറയുന്നുണ്ട്, അച്ഛൻ വേഗം അവരെ തിരിച്ചടിക്കാൻ നോക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നീ വേഗം അനിയായിട്ടുള്ള കല്യാണം ഉറപ്പിക്കൽ വേഗം നടത്തിയെടുക്കുക, എന്നാൽ മാത്രമേ എനിക്കിതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വേഗം നീ കല്യാണം നടത്തിയെടുക്കാൻ നോക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയ്ക്കാണെങ്കിൽ വലിയ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് നയന പറയുന്നുണ്ട് എല്ലാവരോടും, ഞാൻ പഴയ നയനയായിട്ടാണ് തിരിച്ചു വന്നത്, ഇനി ഞാൻ എല്ലാറ്റിനും പ്രതികരിക്കും, ഞാൻ ഇനി ഒന്നും കേട്ട് നിൽക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.